ഞാൻ തിരിച്ച് പുതുപ്പള്ളിക്ക് പോകുന്ന വഴിക്കാണ് ഈ സമരം ഞാൻ ശ്രദ്ധിച്ചത്. ആരും വിളിച്ചിട്ടല്ല, ഈ സമരം കണ്ട് ഞാൻ കയറുന്നതാണ്. കാരണം ഞങ്ങളൊക്കെ സമരം നടത്തുമ്പോൾ വേദനയോടുകൂടിയാണെങ്കിലും ഒരാളെങ്കിലും ബുദ്ധിമുട്ടിക്കേണ്ട സാഹചര്യമുണ്ട്. ഇത് ഒരാളെ പോലും ബുദ്ധിമുട്ടിക്കാതെ ഭരണഘടനയ്ക്ക് നടത്തുന്ന ഒരു സമരം, ഭരണഘടനയ്ക്ക് വേണ്ടി നടത്തുന്ന സമരം. ഞാൻ വളരെ അച്ചടക്കത്തോടുകൂടിയാണ് ഈ സമരം നടക്കുന്നതാണ്. ഒരാൾക്ക് പോലും ട്രാഫിക് ബ്ലോക്ക് പോലും ഇല്ല. അത്രയ്ക്ക് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ആ രണ്ട് സിസ്റ്റർമാർക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന സമരം തീർച്ചയായിട്ടും ഞാൻ ടി വിയിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ആ കോടതിയുടെ പുറത്ത് കിടന്ന് ചിലർ നടത്തിയ നാടകങ്ങൾ, കോടതിയെ പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. ഭരണഘടന അവകാശങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. അഭിയത് യൂനിസ് പിതാവ് സൂചിപ്പിച്ചു, 25 തൊട്ട് 28 വരെയുള്ള ഭാഗങ്ങൾ അത് ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശം. മാത്രമല്ല ആർക്ക് വേണമെങ്കിലും പ്രായപൂർത്തിയായ ആർക്ക് വേണമെങ്കിലും എവിടെ വേണേൽ യാത്ര ചെയ്യാം. യാത്ര ചെയ്യുന്ന ആരോടൊപ്പം വേണേൽ യാത്ര ചെയ്യാം. അവരുടെ ജോലി സംബന്ധമായി യാത്ര ചെയ്യാം. ആ യാത്രയെ പോലും തടയുന്നത് റൈറ്റ് ടു ട്രാവൽ, അതും നമ്മുടെ പ്രൈവസിയാണ്. അതിനെ പോലും തടയുന്ന രീതിയിൽ നമ്മുടെ രാജ്യം പോകുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തെ ചിലരെങ്കിലും, എല്ലാവരുമല്ല, ചിലർ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, അവരെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ല റൂൾ ഓഫ് ലോ. ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ടാവണം. അവിടെ ആ റൂൾ ഓഫ് ലോയ്ക്ക് നമ്മുടെ സിസ്റ്റർമാർക്ക് കൃത്യമായ ജാമ്യം കൊടുക്കേണ്ട സാഹചര്യമാണ്. ഒരു തെറ്റും ചെയ്യാതെ NIA കോടതിക്ക് അത് വിട്ടിരിക്കുകയാണ്. ഇത്ര സീരിയസ് ആയിട്ടൊരു രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തുന്ന രീതിയിൽ പോകുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്ന ചിന്ത നമ്മളെല്ലാം മനസ്സിനെ അലട്ടുന്നു.